ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് നോട്ട്സ്, മലയാള നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. PDF ആണ് നോട്ട്സ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് അതിൽ വരുന്നത് വാട്ട് ഈസ് ഫുഡ് ചെയിൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ് എന്ന്. എന്താണ് ഭക്ഷ്യശൃംഖല, വിവിധ തരം ഭക്ഷ്യശൃംഖലകൾ ഏതെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ, ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത് ഒരു ജീവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോഷകങ്ങളും ഊർജവും കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവികളുടെ ഒരു രേഖീയ ശ്രേണിയാണ് ഒരു ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ഭക്ഷ്യശൃംഖല ഉണ്ടാകുന്നത്. അപ്പോൾ ഉൽപ്പാദകരിൽ നിന്ന് തുടങ്ങി വിഘാടക ജീവികളിൽ അവസാനിക്കുന്നതാണ് ഒരു ഭക്ഷ്യശൃംഖല. ഇനി നമ്മളോട് അതിൻ്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 2 തരമുണ്ട് ഭക്ഷ്യശൃംഖലകൾ. ഒന്ന് ഡിട്രീറ്റസ് ഭക്ഷണ ശൃംഖല, മറ്റൊന്ന് മേച്ചിൽ ഭക്ഷണ ശൃംഖല അല്ലെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ, ആൽഗകൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവകൾ, പ്രാണികൾ, പുഴുക്കൾ തുടങ്ങിയ വിവിധയിനം ജീവികളും സസ്യങ്ങളും ഡിട്രീറ്റസ് ഭക്ഷണ ശൃംഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ചത്ത ജൈവവസ്തുക്കളിൽ നിന്നാണ് ഒരു ഡിട്രീറ്റസ് ഭക്ഷണ ശൃംഖല ആരംഭിക്കുന്നത്. ഭക്ഷണ ഊർജം വിഘാടകരിലേക്കും ജൈവാവശിഷ്ടങ്ങളിലേക്കും എത്തുന്നിവിടെ. ഇത് മാംസഭോജികളായ ചെറുജീവികൾ ഭക്ഷിക്കുന്നു. ഈ ചെറുജീവികളെ മാംസഭോജികളായ വലിയ ജീവികൾ ഭക്ഷിക്കുന്നു. അതാണ് ഡിട്രീറ്റസ് ഭക്ഷണ ശൃംഖല എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ എന്താണ്, ഗ്രേസിംഗ് ഫുഡ് ചെയിനാണ് എന്ന് പറഞ്ഞാൽ മേച്ചിൽ ഭക്ഷണ ശൃംഖല. പച്ച പുൽത്തകടിൽ നിന്ന് ആരംഭിക്കുന്നതാണ് മേച്ചിൽ ഭക്ഷണ ശൃംഖല. സസ്യബുക്കളിൽ നിന്ന് മാംസബുക്കളിലേക്ക് എത്തുന്ന ഒരു ഭക്ഷ്യ ശൃംഖലയാണ് മേച്ചിൽ ഭക്ഷണ ശൃംഖല എന്ന് പറയുന്നത്. മേച്ചിൽ ഭക്ഷണ ശൃംഖലയിൽ ഏറ്റവും താഴ്ന്ന ട്രോപ്പിക് തലത്തിലുള്ള ഊർജം പ്രകാശ സംശ്ലേഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണ ശൃംഖലയിൽ ആദ്യത്തെ ഊർജ്ജ കൈമാറ്റം സസ്യങ്ങളിൽ നിന്ന് സസ്യബുക്കുകളിലേക്കാണ് നടക്കുന്നത്. പരിസ്ഥിതി അതുപോലെ പ്രകൃതിയൊക്കെ ഇത്തരം ഭക്ഷ്യശൃംഖലയാണ് കൂടുതൽ പിന്തുടരുന്നത്. ഇത്രയാണ് ഭക്ഷ്യശൃംഖലയെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് ഡിഫൈൻ ഇക്കോളജി എന്നാണ്. പരിസ്ഥിതി ശാസ്ത്രം നിർവചിക്കുക എന്നാണ്. 2 മാർക്കിനാണ് കേട്ടോ. 1869 ഏണസ്റ്റ് ഹാക്കൽ എന്ന ജർമ്മൻ ജീവശാസ്ത്രജ്ഞനാണ് ഇക്കോളജി അഥവാ പരിസ്ഥിതി ശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. ജീവജാലങ്ങളുടെ പരസ്പര ബന്ധവും അവയുടെ ചുറ്റുപാടുകളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം എന്നാണ് ഇക്കോളജിക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള നിർവചനം. ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രത്തിന് കേട്ടോ. വീട് എന്നർത്ഥം വരുന്ന ഓയിക്കോസ്, പഠനം എന്നർത്ഥം വരുന്ന ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇക്കോളജി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി ഇതിന്ന് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കോമ്പണൻസ്, ഗിവ് എക്സാമ്പിൾസ്. അബയോട്ടിക് ബയോട്ടിക് ഘടകങ്ങൾ, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ വിവരിക്കുക, ഉദാഹരണങ്ങൾ നൽകുക എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഇതിൽ അബയോട്ടിക് ആദ്യം പറയാം. ജീവജാലങ്ങൾക്ക് അവയുടെ അജിയോട്ടിക് ഘടകങ്ങളില്ലാതെ, അതായത് ജീവനില്ലാത്ത ഘടകങ്ങളില്ലാതെ ജീവിക്കാനോ നിലനിൽക്കാനോ കഴിയില്ല. അജൈവ ഘടകങ്ങളിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ്, ജലം, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ് മുതലായ ജീവികളാണ്. ഈ ജീവജാലങ്ങൾ ഇവ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുമാണ് കേട്ടോ. ഇനി നമ്മളോട് അതിൽ തന്നെ ചോദിക്കുന്നതാണ് ബയോട്ടിക് കോമ്പണൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. ആവാസ വ്യവസ്ഥയിലെ സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങിയ ജീവനുള്ള ഘടകങ്ങളാണ് ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇവ ഭക്ഷണം ശേഖരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിങ്ങനെ 3ആയിട്ട് ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. ഇനി പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. ഡു യു എഗ്രി? എക്സ്പ്ലെയിൻ ദ റീസൺ. ഊർജത്തിൻ്റെ പിരമിഡ് എപ്പോഴും നിവർന്നു നിൽക്കുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം വിവരിക്കുക എന്നാണ്. അപ്പം നമ്മൾ പറയാം,
ഊർജ്ജത്തിൻ്റെ പിരമിഡ് എപ്പോഴും നിവർന്നു നിൽക്കുന്നു. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഊർജ്ജ പ്രവാഹം എല്ലായ്പ്പോഴും ഏകപക്ഷീയമായതുകൊണ്ട് എല്ലായ്പ്പോഴും നിവർന്നു നിൽക്കുന്ന ഏക പരിസ്ഥിതി പിരമിഡാണ് ഏത്? ഊർജ്ജ പിരമിഡ്. ഓരോ ഉയർന്നു വരുന്ന ട്രോപ്പിക് ലെവലിലും പരിസ്ഥിതിയിലേക്ക് കുറച്ച് ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട്. മറ്റ് പിരമിഡുകളെക്കാൾ കൃത്യതയുള്ളതും മറ്റ് പിരമിഡുകളെക്കാൾ കൂടുതൽ ഉപയോഗപ്രദമായതും ഊർജ്ജ പിരമിഡാണ്. ഈ പിരമിഡ് കാലാകാലങ്ങളിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് നിരീക്ഷിക്കുന്നത് കൊണ്ട് പാരിസ്ഥിതിക പിരമിഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഊർജ്ജത്തിൻ്റെ പിരമിഡാണ്. ഇത്രയും കൊടുക്കണം കേട്ടോ. 2 മാർക്കിനാണ്. ഇനി 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു ആവാസ വ്യവസ്ഥയിൽ വിഘാടകരുടെ പ്രവർത്തനങ്ങൾ വിശദമാക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 3 തരം ആളുകളുണ്ട്: ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകരുണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഏത് മാത്രമാണ്? വിഘാടകരുടെ ധർമ്മങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ആരാണ് വിഘാടകർ? നമുക്ക് എന്താണ് വിഘാടകരുടെ ധർമ്മങ്ങൾ? അതിന് ആൻസറായിട്ട് കൊടുക്കേണ്ടത് ഡീകമ്പോസേഴ്സ് എന്നാണ് പറയുക കേട്ടോ. വിഘാടകർ സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ എന്നിവയാണ്. ഇത് ജീർണവും അതുപോലെ നിർജീവവുമായ വസ്തുക്കളെ ലളിതമായ അജൈവ രൂപങ്ങളിലാക്കി വിപുലീകരിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ആഗിരണം ചെയ്യുകയും ഉൽപ്പാദകർ വീണ്ടും ഉപയോഗിക്കുകയും അതിനെ അജൈവ പോഷകങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. എല്ലാ ജീവജാലങ്ങളും സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ പോലെയുള്ള സങ്കീർണമായ ജൈവ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഈ ജീവജാലങ്ങൾ മരിക്കുമ്പോൾ വിഘാടകർ അവരുടെ മൃതദേഹങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലുള്ള ജൈവവസ്തുക്കൾ അജൈവ രൂപത്തിൽ പ്രകൃതിയിലേക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. ഈ അജൈവ പദാർത്ഥങ്ങൾ പോഷകങ്ങളായി മണ്ണിലേക്ക് പ്രവേശിക്കുകയും അവ സസ്യങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ബാക്ടീരിയ, പ്രോട്ടോസോവ, മണ്ണിരകൾ എന്നിവ വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് വിഘാടകർ. ഒരു ജീവിതചക്രം പൂർത്തീകരിക്കുന്നവരാണ് വിഘാടകർ. ഇവ സാപ്രോട്രോപ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 1 വേർഡ് വരും. സാപ്രോട്രോപ്സ് എന്നാണ് വിഘാടകരെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടിയായി. ഇനി നമുക്കിതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻഷിയേറ്റ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഭക്ഷണ ശൃംഖലയും ഭക്ഷണ വെബും വേർതിരിക്കാനാണ്. ഭക്ഷ്യശൃംഖല ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മളോട് ഫുഡ് വെബാണ് അപ്പോൾ അതിനോട് നമുക്ക് ചേർത്ത് എഴുതാനുള്ളത്. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള നിരവധി ഭക്ഷ്യശൃംഖലകൾക്ക് ഒരു ഭക്ഷ്യ വെബ് എന്ന് പറയും. ഫുഡ് വെബ് ഒരു ഭക്ഷ്യശൃംഖലയേക്കാൾ വലുതായിരിക്കും. ഫുഡ് വെബ് വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാണിക്കുന്നതുകൊണ്ട് അതിന് ഊർജ്ജ പ്രവാഹത്തിൻ്റെ ശരിയായ പ്രാതിനിധ്യം കാണിക്കാൻ കഴിയും. ഇതിന് ഫുഡ് വെബ് വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയോട് കൂടുതൽ സുസ്ഥിരമായ ആവാസ വ്യവസ്ഥയിലേക്ക് അത് നയിക്കും. ഒരു ഫുഡ് ചെയിനിൽ ഊർജ്ജ പ്രവാഹത്തിന് ഒരൊറ്റ പാതയേ ഉള്ളൂ എങ്കിൽ ഒരു ഫുഡ് വെബിൽ ഊർജ്ജ പ്രവാഹത്തിന് വ്യത്യസ്ത പാതകളുണ്ട് കേട്ടോ. ഇത്രയാണ് ഫുഡ് വെബിൽ കൊടുക്കേണ്ടത്. ഫുഡ് ചെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൂടി അതിൽ ചേർത്ത് എഴുതും. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ഇക്കോളജിക്കൽ പിരമിഡ്സ് ആൻഡ് ദെയർ ടൈപ്സ്. ഇത് എസ്സേ ആയിട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ എസ്സേ ആയിട്ട് ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും ഒക്കെ അത്ര തന്നെ അതിൽ എഴുതാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എക്കോളജി എന്താണെന്ന് കൂടി എഴുതിയിട്ട് അങ്ങോട്ട് ഇതിലേക്ക് പോകണം. ഇതിലേക്ക് ഇക്കോളജിക്കൽ പിരമിഡിലേക്ക് പോകേണ്ടി വരും. എന്താണ് ഇക്കോളജി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് പറഞ്ഞിട്ട് അതിൻ്റെ ബയോട്ടിക് അബയോട്ടിക് ഘടകങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എസ്സേ ആയി ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, പിന്നെ നമ്മളതിൽ പോകണം? എക്കോളജിക്കൽ പിരമിഡിലേക്ക് പോകണം. നേരെ മറിച്ച് 4 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പരിസ്ഥിതി പിരമിഡും അതിൻ്റെ വിവിധ രൂപങ്ങളും മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ എന്താണ് എക്കോളജിക്കൽ പിരമിഡ് നോക്കുക? ഒരു പാരിസ്ഥിതിക പിരമിഡ് വ്യത്യസ്ത ട്രോപ്പിക് തലങ്ങളിൽ വ്യത്യസ്ത ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗ്രാഫിക്കൽ പ്രതിനിധമാണ്. ഒരു ഗ്രാഫ് രൂപമാണ് കേട്ടോ. ഗ്രാഫിക്കൽ പ്രതിനിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് രൂപമാണ് എന്നാണ്. പാരിസ്ഥിതിക പിരമിഡ് ആദ്യം വികസിപ്പിച്ചെടുത്തത് ചാൾസ് എൽട്ടൺ. അതുകൊണ്ട് ഈ പിരമിഡ് എൽട്ടോണിയൻ പിരമിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ട. എക്കോളജിക്കൽ പിരമിഡ് തന്നെയാണ് എൽട്ടോണിയൻ പിരമിഡ് കേട്ടോ. ഈ പിരമിഡുകളുടെ അടിത്തറ വിശാലമായതുകൊണ്ട് ഈ പിരമിഡുകൾ യഥാർത്ഥ പിരമിഡുകളുടെ ആകൃതിയിലാണെന്നാണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുക. ഈ പിരമിഡിൻ്റെ ഏറ്റവും താഴ്ന്ന ട്രോപ്പിക് ലെവലിൽ ഉൽപ്പാദകരും അടുത്ത ലെവലിൽ പ്രാഥമിക ഉപഭോക്താക്കളുമാണ് ഉള്ളത്. ഇനി അതിൻ്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്. 3 തരം
പാരിസ്ഥിതിക പിരമിഡുകളുണ്ട്. അതിലൊന്നാമത്തത് പിരമിഡ് ഓഫ് നമ്പേഴ്സാണ്, സംഖ്യാ പിരമിഡ് എന്ന് പറയും. ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പിരമിഡിൽ ഓരോ ട്രോപ്പിക് തലത്തിലുമുള്ള ജീവികളുടെ എണ്ണം പിരമിഡിലെ ഒരു ലെവലായിട്ട് കണക്കാക്കും. ഡിട്രീറ്റസ് ഭക്ഷണ ശൃംഖല പോലെയുള്ള ചില സാഹചര്യങ്ങൾ ഒഴികെ സംഖ്യകളുടെ പിരമിഡ് സാധാരണയായി നിവർന്നു നിൽക്കും. അവിടെ നിരവധി ജീവികൾ ഒരു ചത്ത സസ്യത്തെയോ മൃഗത്തെയോ ഭക്ഷിക്കും. ഇവിടെ ഓരോ ട്രോപ്പിക് തലത്തിലും ജീവികളുടെ വലിപ്പം കണക്കിലെടുക്കാതെ അവയുടെ എണ്ണത്തെയാണ് കാണിക്കുന്നത്. എണ്ണൽ ഒരു ലളിതമായ ജോലി ആയതുകൊണ്ട് ഈ തരത്തിലുള്ള പിരമിഡ് സൗകര്യപ്രദമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും വർഷങ്ങളോളം ചെയ്യാൻ കഴിയുന്ന ഒന്നുമാണിത് ഈ സംഖ്യാ പിരമിഡ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പിരമിഡാണ് പിരമിഡ് ഓഫ് ബയോമാസ് പിരമിഡ്. ഈ പ്രത്യേകതരം പാരിസ്ഥിതിക പിരമിഡിൽ ഓരോ ട്രോപ്പിക് ലെവലിലും ഉൽപ്പാദിപ്പിക്കുന്ന ബയോമാസിൻ്റെ അളവാണ് കണക്കിലെടുക്കുക. ഈ പിരമിഡ് ഏറെക്കുറെ നിവർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഏറെക്കുറെ എന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മളോട് എനർജീൻ്റെത് അങ്ങനെ ചോദിച്ചില്ലേ. സംഖ്യാ പിരമിഡിൻ്റെ ചില പോരായ്മകൾ ഇല്ലാതാക്കാൻ ഈ പിരമിഡിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനും ചില പോരായ്മകളുണ്ട്. ഇപ്പോൾ ഡാറ്റ ശേഖരിക്കുന്ന വർഷം ഇതിൽ കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ബയോമാസ് പിരമിഡിൽ കേട്ടോ. ഇനി മൂന്നാമത് വരുന്നത് ഏതാണ്? പിരമിഡ് ഓഫ് എനർജിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയാം. പിരമിഡ് ഓഫ് എനർജി ഒരു ഭക്ഷ്യശൃംഖലയിലെ ഊർജ്ജ പ്രവാഹം എല്ലായ്പ്പോഴും ഏകപക്ഷീയമായതുകൊണ്ട് എല്ലായ്പ്പോഴും നിവർന്നു നിൽക്കുന്ന ഏക പാരിസ്ഥിതിക പിരമിഡാണ് ഊർജ്ജ പിരമിഡ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് എനർജി. ഓരോ ഉയർന്നു വരുന്ന ട്രോപ്പിക് ലെവലിലും പരിസ്ഥിതിയിലേക്ക് ഒരു കുറച്ച് ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട്. മറ്റ് രണ്ട് പിരമിഡുകളെക്കാൾ കൃത്യതയുള്ളതും മറ്റ് രണ്ട് പിരമിഡുകളെക്കാൾ കൂടുതൽ ഉപയോഗപ്രദമായതും ഊർജ്ജ പിരമിഡാണ്. ഈ പിരമിഡ് കാലാകാലങ്ങളിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് നിരീക്ഷിക്കുന്നത് കൊണ്ട് പാരിസ്ഥിതിക പിരമിഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഊർജ്ജത്തിൻ്റെ പിരമിഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കിതിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ്.